സുഹൃത്തുക്കളെ നമുക്ക് ലോഡ് വന്നിട്ടുണ്ട്. അന്നേരം ഇതിനകത്ത് നല്ല കിഡിലുമായിട്ട് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം പുല്ലാണ്, ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് പുല്ല് ഈ വണ്ടിക്കകത്ത് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം ഇത് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഇത് നമുക്ക് ഫുള്ള് ഈ ഭാഗത്ത് മൊത്തം ലേ ആവുണ്ട്, കുറച്ച് ലെവൽ ചെയ്യാൻ കൂടെ ബാക്കിയുണ്ട്. അന്നേരം സാധനം ഇറക്കി വെച്ചിട്ട് വണ്ടി പെട്ടെന്ന് വരണം. അന്നേരം കൂടിയുമായോ ഇത് ഫുൾ ലോഡ് പുല്ലാണ്. അന്നേരം 2000 സ്ക്വയർ ഫീറ്റ് പുല്ലുണ്ട്. അന്നേരം അത് നമുക്ക് ഇറക്കാം. അന്നേരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ഒരു വർക്ക് സൈഡിലാണ്. ഏതാണ്ട് ഇവിടെ എല്ലാം മണ്ണെല്ലാം ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം 2 ചെറിയ മുഴപ്പൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ പ്ലാന്റ്, അതായത് 2000 സ്ക്വയർ ഫീറ്റ് പുല്ല് ഇറക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്നത്. അന്നേരം തൻ്റെ വണ്ടി വന്നിട്ടുണ്ട്, തന്നെ ഫുൾ ലോഡാണ്. അന്നേരം ഫുൾ ലോഡ് വണ്ടി കൊണ്ടുവന്ന് ഇതുപോലെ സെറ്റാക്കി ഇറത്തിട്ടുണ്ട്. അതിന് നമുക്കിതൊക്കെ ഇറക്കുന്നത് കാണാനായിട്ട് എന്തായാലും നിങ്ങൾക്കും താല്പര്യം കാണുന്നില്ല. കൂടിയുമായോ അതെ ഫുള്ള് അതിന് മേളിൽ ഇതിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓവറായിട്ട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം താണ്ട് താറപ്പങ്ങി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് വീണ്ടും ഒരു ലെയറുണ്ട്. ഇല്ല എന്താ പറയുക, അതിന് താണ്ടെ അതിൻ്റെ മേൽഭാഗത്ത് ഫുള്ള് പച്ച നെറ്റൊക്കെ അടിച്ച് താണ്ടെ ഇൻട്രോ വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് താണ്ടെ ഇപ്പം അങ്ങോട്ട് ഇറക്കുന്നത് കണ്ടാൽ നല്ല ഫ്രഷ് പുല്ല്, നല്ല പച്ചപ്പുള്ള പുല്ല്, 2000 സ്ക്വയർ ഫീറ്റ് പുല്ലാണ് ഇപ്പം വന്നേക്കുന്നത്. അതിന് താണ്ട് പുല്ല് ഫുള്ള് താണ്ടെ കാണാൻ പറ്റും. നല്ല അടിപൊളി പുല്ല്, നല്ല പച്ചപ്പുല്ല്, ക്വാളിറ്റി പുല്ല്, ലോക്കൽ പുല്ലല്ല. നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ പിടിച്ചു നല്ല സൈഡിലോട്ട് കൊണ്ടുപോവാണേ, നിരത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അന്നേരത്താണ്ട് ഇനി നമുക്ക് ഫുള്ള് ഇതിങ്ങനെ ഇറക്കുക. അതാണ്ടാണ് ഫുള്ള് തുറന്ന് ഇങ്ങോട്ട് വീഴും. നോക്കി പതുക്കെ ഓക്കെ. നല്ല അടിപൊളി പുല്ല് കേട്ടോ. പുല്ലിൻ്റെ ക്വാളിറ്റി കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി പുല്ലല്ലേ നോക്കിയപ്പോൾ നല്ല പച്ചപ്പുള്ള പുല്ല്. 20ഓളം ലെയർ മേളിൽ അടുക്കിയിട്ടാണ് വന്നേക്കുന്നത്. ഏകദേശം ഒരു 5 ടൺ സാധനം എന്തായാലും അത് ആണ്. 5 ടൺ കാണത്തില്ലാണ്, 5 ടണ്ണിന് മേളുണ്ടല്ലേ. അങ്ങനെ നല്ല സെറ്റ്. വർക്ക് സൈറ്റ് ആട്ടാ അടുത്തത്. ഓക്കെ, പുല്ലിടുക.
അടിപൊളിയാക്കി നിർത്തിക്കുന്നത് കണ്ടല്ലേ. ഒരുപാട് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് ഒരു റിസോർട്ടാണ് ബോക്സറി എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ഇവിടെ വീണ്ടും വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അടിപൊളിയല്ലേ. അന്നേരം ഇവിടെ കുറേ കാഴ്ചകളും ചോദ്യങ്ങളും ഒക്കെ കാണാനുണ്ട്. അങ്ങനെ കൂടി വരും. രണ്ട് തേങ്ങ വെള്ളം എടുക്കാനൊന്നും പറയത്തൊന്നുമില്ല. അതിപ്പോൾ വെള്ളമില്ലാത്ത സമയമായിട്ട് ആണ് ഇതിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് തണുക്കുക. ചിരളി അതാണ്ട് ഇതേപോലെ ഫുള്ള് ഫില്ലാക്കി പച്ചപ്പാക്കി ഇട്ടുകൊണ്ട് അതാണ്ട് ഇതേപോലെ നിന്ന് വെള്ളം ഒഴിക്കണം. അതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യണം. വെള്ളം ടാങ്കിലടിക്കുക എന്നൊക്കെ ചെയ്ത് ഇതേപോലെ വെള്ളം അതിനകത്ത് വീണ് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ട് കിടക്കും. ഇല്ലെങ്കിൽ വാട്ടം വരും കേട്ടോ. ശ്രദ്ധിച്ചോണേ. അകത്തിരിക്കുന്ന ചെടിക്കും വെള്ളം കൊടുക്കണേ. ഇതിന് ഇതാണ്ട് ഇതേപോലെ പുല്ലിന് വെള്ളം ഒഴിക്കുമ്പോൾ ഇതേപോലെ വെള്ളം നല്ല തണുക്കുക വീഴത്തക്ക രീതിയിൽ പതുക്കെ നിന്ന് ഒഴിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചെറിയ പൈപ്പാണ് അവിടെ വെച്ചേക്കുന്നത്. ആ പൈപ്പിനെ ഒന്ന് വലുതാക്കി ഇതേപോലെ ഫുൾ ത്രോട്ടിൽ വെള്ളം, അല്ലെങ്കിൽ ആളുകൾ നിന്ന് ഒഴിക്കത്തില്ല, കളഞ്ഞിട്ട് പോകും. അന്നേരം പലയിടത്തും ഉണക്കം വരും. കണ്ടോ ഇതേപോലെ പതുക്കെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിടക്കും. കണ്ടല്ലോ അടിപൊളിയാക്കി ഇട്ടേക്കുവാ. കണ്ടേ സൈഡ് കണ്ടല്ലോ നല്ല കിടുക്കാച്ചിയാക്കി ഇട്ടേക്കുവാ.